ലോകത്തുള്ള എല്ലാ അസുഖങ്ങൾക്കും കാരണം ഗട്ട് ഇഷ്യൂ ആണെന്നും അതിനുള്ള ട്രീറ്റ്മെന്റ് വെറും പ്രോബയോട്ടിക്സ് ആണെന്നും പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. പിന്നെ പുള്ളി പറയുന്ന കാര്യങ്ങൾ പബ്ലിഷ് പോലും ചെയ്യാത്ത റിസർച്ചസിൽ നിന്നും പഠനങ്ങളിൽ നിന്നും നേരിട്ട് അടർത്തിയെടുത്തതായതുകൊണ്ട് ഒരു മെഡിക്കൽ ബുക്സിലും ലോകത്തുള്ള ഒരു ഡോക്ടർക്കും ഇത് അറിയാനും വകുപ്പില്ല എന്നുള്ള ഒരു മുൻകൂർ ജാമ്യം അഡ്വാൻസ് രീതിയിലുള്ള റിസർച്ചുകൾ നടക്കുന്ന സാധനമാണ്. സാധാരണ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇതില്ല. അദ്ദേഹത്തിന്റെ വീഡിയോസ് കുറെ നാളായിട്ട് മുന്നിൽ കിടന്ന് കളിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഓരോ വരിക്കും ഓരോ എലമെന്റ്സിന് പോലും അതിൽ ലക്ഷ്യങ്ങളുണ്ട്. സ്വന്തം വീഡിയോയിൽ താനൊരു വ്യാജ ഡോക്ടർ ആണോ എന്നൊക്കെ വെക്കേണ്ടി വരുന്നതിന്റെ ആവശ്യം എന്തുകൊണ്ടാ? വലിയ അക്ഷരത്തിലെ പേരും കൺസൾട്ടേഷനുള്ള വകുപ്പും വെക്കുന്ന ഒരു ഡോക്ടർ താൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത ഡിഗ്രി അതിന് താഴെ കാണിക്കാൻ മടിക്കണമെങ്കിൽ എന്തോ ഇല്ലേ എന്ന് ചിന്തിക്കാത്തത് എന്താ? ഇന്നും പുള്ളിയുടെ വീഡിയോ കാണുന്ന 90% ആളുകളും അദ്ദേഹം ഓണസ്റ്റ് ആയിട്ട് ശാസ്ത്രീയ ചികിത്സയിലെ ഉള്ളുകളികൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു ഡോക്ടറാണെന്ന് കരുതുന്നു. അതാണ് ആയുധവും. ഈ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് സോഷ്യൽ മീഡിയയിൽ വരാൻ കുറച്ച് വൈകിയോ എന്നാണ് സംശയം. പക്ഷേ എനിക്കിപ്പോൾ കിഡ്നി ഫെയിലർ കണ്ടീഷൻ ക്രിയാറ്റിൻ കൂടുന്ന കേസുകളുണ്ട്. ജസ്റ്റ് കാഷ്വലായിട്ട് പറഞ്ഞ ഒരൊറ്റ വരി, ആദ്യത്തെ ഗുളികയുടെ അളവ് കൂടുമ്പോഴേ ഓർത്തോണം കൈവിട്ട് പോയി, അത് ഡാമേജ് കൂടത്തേ ഉള്ളൂ. ക്രിയാറ്റിൻ ലെവൽ കൂടുന്നതിന്റെ ഏക കാരണം മെഡിസിൻ എടുക്കുന്നത് കൊണ്ടാണെന്നുള്ള ഒരു ഫിയർ ജനങ്ങളിൽ എത്തിക്കാൻ ഇവരൊക്കെ മുമ്പേ ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ ഷുഗർ കൺട്രോൾ ചെയ്യാഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വീഡിയോ കാണുമോ? മെഡിസിൻസ് നമ്മുടെ ക്ലിനിക് കൊടുക്കുന്നത് എന്തൊരു എഫക്റ്റീവ് ആയിട്ടാണെന്ന് അറിയോ? കിഡ്നി കണ്ടീഷൻ ഒക്കെ വരുന്നത് പല കാര്യങ്ങളും സിദ്ധ മെഡിസിൻ ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്ന് ഇതെടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ടീമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് നല്ല റിസൾട്ട്. വീണ്ടും ഈ വീഡിയോയിലെ മറ്റു ശാഖകളിലൊക്കെ ക്രിയാറ്റിൻ കുറയ്ക്കാനുള്ള നല്ല ചികിത്സ ഉണ്ടെന്ന് അങ്ങോട്ട് പറയാ, എന്നിട്ട് മറ്റെല്ലാ ഓൾട്ടർനേറ്റീവ് ശാഖകളും സ്വന്തം കേന്ദ്രത്തിൽ അങ്ങോട്ട് തുടങ്ങുക. കേരളത്തിലുള്ള എല്ലാ വൃക്കരോഗികളും പിന്നെ എവിടെ എത്തി? ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണം. അല്ലാതെ സർജറിയുടെ ഓപ്ഷൻ മാത്രമുള്ള സ്ഥലത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ സർജറി മാത്രം ചെയ്യണമെന്നാണ് പറയുന്നത്. അത് എല്ലാവർക്കും ആവശ്യമില്ല. ഒരു 60% സർജറികളും വെറുതെ നടന്നുകൊണ്ടിരിക്കും. ഓഹോ, ഒരു ഡോക്ടർ തന്നെയാ സമ്മതിച്ചത് 60% സർജറികളും വെറുതെ ആണെന്ന്. എന്താ അല്ലേ? അപ്പൊ ഈ സർജറി പറഞ്ഞ ആളുകളൊക്കെ സെക്കൻഡ് ഒപ്പീനിയൻ എങ്ങോട്ടാ വരണ്ടേ? നമ്മുടെ ജോൺ മരിയൻ സ്ലിപ്പ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നമ്മുടെ ഏത് സെന്ററിൽ വന്നെന്ന് പറഞ്ഞാൽ ഇത് ഓക്കെ ആണോ അല്ലോ എന്ന് ചോദിച്ച് പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡോക്ടേഴ്സ് വിളിച്ചോളൂ. അന്നേരം എനിക്ക് എവിടെ നിന്നാണെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് ഒപ്പീനിയൻ ആണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. അവിടെ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തില് സർജനും ഓങ്കോളജിസ്റ്റും ഒക്കെയാണ് സെക്കൻഡ് ഒപ്പീനിയൻ തരുന്നത്. അതെ, ഈ MBBS MS കഴിഞ്ഞ് ഗൈനക്കോളജി കഴിഞ്ഞ് എന്റെ അടുത്ത് വന്ന് നിങ്ങളുടെ റിപ്പോർട്ട്സ് തന്നു കഴിഞ്ഞാൽ എനിക്ക് ആ റിപ്പോർട്ട് എല്ലാം വായിക്കാം എന്നല്ലാണ്ട് സർജറി വേണോ വേണ്ടോ എന്ന് പറയാൻ എനിക്കറിയില്ല. ബിക്കോസ് അതിന് 3 ആളുകളുടെ നോളജും പുതിയ ഗൈഡ് ലൈൻസും വേണം. അപ്പോഴാണ് നാച്ചുറോപ്പതി സെന്ററിൽ പോയിട്ട് സെക്കൻഡ് ഒപ്പീനിയൻ. അയ്യോ, സർജറി എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുന്ന കേരളത്തിലുള്ള എല്ലാ തൈറോയ്ഡ് രോഗികൾക്കും 3 മാസം പ്രോബയോട്ടിക്സ് കഴിപ്പിക്കാലോ. മെഡിസിൻ തട്ടിപ്പാണ്, സർജറി തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾക്കുള്ള ഭയം കൊണ്ട് മുതലെടുത്താൽ എന്താ ഗുണം? ഒരു മരുന്ന് പോലും എഴുതാനോ ഒരു സർജറി പോലും ചെയ്യാനോ യോഗ്യതയില്ലാത്ത ഒരാൾക്ക് കേരളത്തിലുള്ള എല്ലാ വൃക്ക രോഗികളെയും തൈറോയ്ഡ് സർജറി പറഞ്ഞ രോഗികളെയൊക്കെ പ്രോബയോട്ടിക്സ് തെറ്റിക്കാനായിട്ട് സ്വന്തം സ്ഥാപനത്തിലേക്ക് കിട്ടില്ലേ? കാരണം ഇത് സാക്ഷര കേരളമാണ്. ഇവിടെ എല്ലാവർക്കും എഴുതാനും വായിക്കാനേ അറിയുള്ളൂ, ചിന്തിക്കാൻ അറിയില്ല. ഈ കമന്റ് തന്നെ സാക്ഷ്യം. എന്തായാലും ഇതിനൊക്കെ എതിരെ ഒത്തിരി മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് മുന്നിട്ട് ഇറങ്ങി വരുന്നതിൽ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. എന്നാലും നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ് കേട്ടോ. നിങ്ങളെ സേവിക്കാൻ എത്ര പേരാ? മരുന്ന് മാഫിയയും ബിസിനസ്സും കിഡ്നി കളയാനൊക്കെ ആയിട്ട് ഞങ്ങളൊക്കെ ഉണ്ടെങ്കിലും അല്ലേ?